ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ് കേട്ടോ. നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് ഉള്ള ഒരു അടിപൊളി ടെക്നിക്കാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഡൗട്ടായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇത് നടക്കുമോ നടക്കത്തില്ലയോ ആ ഒരു രീതിയിലോ അല്ലെങ്കിൽ വിശ്വാസമില്ലാതെ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല. നമുക്കൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഞാനിത് സാധിക്കും. പിന്നെ അതിലുപരി നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. നമുക്ക് എന്താണ് നമ്മുടെ ആഗ്രഹം, അതിനെക്കുറിച്ച് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരുപാട് കഥ പോലെയൊന്നും എഴുതാൻ പാടില്ല. ജസ്റ്റ് ഒരു സെന്റൻസ്, സിമ്പിൾ സെന്റൻസിൽ എഴുതുക. നമ്മുടെ ആഗ്രഹം അതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാറ് വേണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ആ ഒരു കാറ് ഏതാണ്, എന്താണ് അതിൻ്റെ കളർ, എന്താണ്, അങ്ങനെ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി പോയിന്റിനെ കുറിച്ച് നമുക്കൊരു കറക്റ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരിക്കണം. അപ്പം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ഡ്രീം ഹോം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് എന്ത് രീതി ആയിരിക്കണം. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, നമുക്ക് ഇപ്പോൾ ഗൂഗിളിലൊക്കെ ഒത്തിരി പിക്ചേഴ്സ് അവൈലബിൾ ആണല്ലേ. ട്രഡീഷണൽ ആണെന്നുണ്ടെങ്കിലും കണ്ടംപററി ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒത്തിരി പിക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അല്ലെങ്കിൽ പിൻട്രസ്റ്റിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ചിലപ്പോൾ മെയിൽ ID കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടിയൊക്കെ വരുമായിരിക്കും, അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടൊക്കെ. എന്നിരുന്നാലും നമുക്ക് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വരപ്പിച്ചെടുക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹം എന്താണോ, നമുക്ക് എന്താണോ വേണ്ടത്, അതിനെക്കുറിച്ച് എക്സാക്ട്ലി ഉള്ള ഒരു ക്ലിയർ ഇമേജ് അത് നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ. അത് നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വേണ്ടായിരുന്നു, ഒന്ന് മാറ്റായിരുന്നു, അങ്ങനെയൊന്നുമല്ല. നമുക്ക് എക്സാക്ട്ലി എല്ലാത്തിനെക്കുറിച്ചും നമ്മുടെ ആവശ്യം എന്താണോ, നമ്മുടെ ആഗ്രഹം എന്താണോ, അതിനെക്കുറിച്ച് ഒരു ഡൗട്ടും ഇല്ലാതെ കറക്റ്റായിട്ടുള്ളൊരു ഇമേജ് വേണം. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ടെക്നിക്കിൻ്റെ പേര് പറയാൻ പോകുന്നത് നമ്മുടെ ഫുൾ മൂൺ ടെക്നിക്കാണ് കേട്ടോ. പൂർണ്ണചന്ദ്രൻ ഉള്ള ദിവസം നമുക്കിത് ചെയ്യാവുന്നതാണ്. ഞാനൊരു 8 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഭയങ്കരമായിട്ട് റിസൾട്ട് ഉള്ള ഒരു കാര്യമാണിത്. പിന്നെ നമ്മുടെ മെൻ്റൽ വൈബ്രേഷൻ എപ്പോഴും നല്ല ഹയസ്റ്റ് പോയിന്റിൽ വെക്കുക. നമുക്ക് ചിലപ്പം എന്ത് പ്രോബ്ലം ഉണ്ടാകുന്നിരിക്കട്ടെ, നമ്മൾ ഈ പ്രോബ്ലത്തെക്കുറിച്ച് തന്നെ ഒരാളോട് എപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ നെഗറ്റിവിറ്റി കൂടുകയുള്ളൂ. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് കമൻസ് വരാറുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ ഒത്തിരി കമൻസ് വരാറുണ്ട്. ശരിയാണ്, നമുക്കെല്ലാവർക്കും ഓരോ ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരു 1000 പേരുണ്ടെന്നുണ്ടെങ്കിൽ 1000 പേരും മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് എത്രയും ഇരുന്ന് കേൾക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് തന്നെ നമ്മുടെ പ്രോബ്ലംസിനെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ തീരെ ഒട്ടും പറ്റാത്ത ആളുകളെ നമ്മൾ ഉറപ്പായിട്ട് ഓക്കെ ആക്കി എടുക്കും കേട്ടോ. അതില്ലെന്നല്ല, ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ മെൻ്റൽ വൈബ്രേഷനെ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ കൊണ്ട് വെക്കണം. അതായത് നമുക്കിപ്പം കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും, വിഷമങ്ങളുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു വിഷമത്തെക്കുറിച്ച് തന്നെ, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, അയാളോട് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറയണം. വിഷമങ്ങൾ ഷെയർ ചെയ്യണം, വേണ്ടെന്നല്ല. പക്ഷേ എപ്പോൾ കണ്ടാലും ഈ ഒരു കാര്യങ്ങൾ തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ മെൻ്റൽ വൈബ്രേഷൻ ഒരിക്കലും ഹയസ്റ്റ് ആയി പോവില്ല. നമുക്ക് ഒരിക്കലും നല്ല ഒരു മെൻ്റൽ മെൻ്റൽ അലൈൻമെൻറ്റിലേക്ക്, മൈൻഡ് നല്ലൊരു അലൈൻമെൻറ്റിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറേ നെഗറ്റീവ് കാര്യങ്ങൾ ഫേസ് ചെയ്തു, കുറേ കരഞ്ഞു, കുറേ ഉറക്കം കളഞ്ഞു, കുറേ ഫുഡ് കഴിക്കാതെ ഇരുന്നു, ഒത്തിരി നെഗറ്റീവ് പീപ്പിൾ ലൈഫിൽ വന്ന് നമ്മളെ കുറേ വിഷമിപ്പിച്ചു, വന്നു പോയി, അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത് തന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് നമ്മുടെ മൈൻഡിനെ നല്ലൊരു അലൈൻമെൻറ്റിലേക്ക്, പോസിറ്റീവായിട്ടുള്ള ഒരു അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരാനേ സാധിക്കില്ല. അത് ഉറപ്പിച്ചോ. കാരണം നമ്മളെപ്പോഴും ഈ ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നമ്മളെ വിഷമിപ്പിച്ച അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ കരയിച്ച ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെന്ന് വിചാരിച്ചോ. അത് ആലോചിക്കുമ്പം അപ്പം തന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ഇൻസിഡൻറ്റ് ആ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായത് നമ്മൾ ആലോചിക്കും. കുറച്ച് കഴിയുമ്പം അതിനെ കഴിഞ്ഞ് വലുതെന്തെങ്കിലും ഉണ്ടായത് വീണ്ടും ഇരുന്ന് ആലോചിക്കും. ഇതങ്ങനെ കണക്ട് ചെയ്ത് അങ്ങ് പോകും. അപ്പം ഓരോ ചിന്തകൾ അവിടെ കൂടുകയാണല്ലോ. എന്ത് ചിന്തകളാണ്? നെഗറ്റീവ് ചിന്തകൾ. അപ്പോൾ അത് കിടക്കുന്നതിന് മുന്നേ വരെ ചിലപ്പോൾ ആ ഒരു ചിന്ത എങ്ങനെ പോകും. ചിലപ്പോൾ നമ്മളൊന്ന് മീറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഇതായിരിക്കും പറയുന്നത്. കിടക്കുന്നതിന് മുന്നേ ഉള്ള ചിന്ത അതായിരിക്കും. കിടക്കുന്നതിന് മുന്നേ ഇത് ആലോചിച്ചുകൊണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഈ ചിന്തയിൽ തന്നെ ഉണരാൻ പറ്റുള്ളൂ. ആ ദിവസം രാവിലെയും അങ്ങനെയായി. ആ രാവിലെ എഴുന്നേറ്റിരിക്കുമ്പം ഈ ചിന്തയാണ് മനസ്സിൽ. അപ്പോൾ ആ ഒരു ദിവസവും അങ്ങനെ അങ്ങ് പോയി.
അത് റിപ്പീറ്റഡ് ആണ് അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു ചിന്തേനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യുക. പിന്നെ ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നിലാവത്ത്, ഇപ്പോൾ ഒരു ബാൽക്കണിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ മൂണുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നത് മനസ്സിന് ഭയങ്കര ഒരു സമാധാനം തരും കേട്ടോ. പിന്നെ നമ്മുടെ ഈ സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ, ഞാനിതൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അതായത് നമ്മുടെ റോസ് ക്വാർട്സ്, സിട്രിൻ, അങ്ങനെയുള്ള സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു പൂർണ്ണചന്ദ്രൻ വരുന്ന ആ ഒരു ദിവസമാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. ആ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ ഒരു വെള്ള പേപ്പറിൽ, കറുത്ത പേന വേണ്ട, ഒരു ബ്ലൂവോ അല്ലെങ്കിൽ ഗ്രീനോ റെഡോ അങ്ങനെ എന്തെങ്കിലും ഒരു മഷി വെച്ചിട്ട് ഒരു 5 ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ 10 ആഗ്രഹങ്ങൾ എഴുതിയിട്ട് അത് ഈ പൂർണ്ണചന്ദ്രൻ്റെ ആ ഒരു പ്രസൻസിൽ തന്നെ വേണം ഇരുന്ന് എഴുതാനായിട്ട്. എന്നിട്ട് അത് ആ നിലാവത്ത് വെച്ച് പ്ലേസ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളുക. ഇത് നമ്മൾ ഓരോ ഇത് എഴുതുമ്പോഴും, അതായത് ഓരോ നമ്മളുടെ ആഗ്രഹങ്ങൾ എഴുതുമ്പോഴും അത് സാധിച്ച് തന്നതായിട്ട് നമ്മൾ എഴുതണം. ഇപ്പോൾ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം തന്നതിന് നന്ദി എന്ന് എഴുതുക. എന്നിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ 10 എഴുതണം. ആ 10 എഴുതി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഓരോന്നും എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അത് വായിക്കണം. നമ്മൾ എഴുതിയ ആ സെൻറ്റൻസ് എന്താണോ അത് വായിച്ചിട്ട് നെഞ്ചിൽ കൈവച്ചിട്ട് നന്ദി 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 എന്ന് 3 തവണ പറയുക. അതിനുശേഷം ഇത് 10 എഴുതിയിട്ട് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഇത് ആരുടെയും പ്രസൻസ് ഇല്ലാതെ നമ്മൾ മാത്രം ഉള്ള ഒരു സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകരുത്. മനസ്സിലെ ഈ ഒരു ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവണം. ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. ഓക്കെ, അങ്ങനെ ഇരുന്ന് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ആ ഒരു നിലാവത്ത് അത് പ്ലേസ് ചെയ്തിട്ട് വെച്ചിട്ട് പോവുക. പിറ്റേ ദിവസം എടുത്ത് നമ്മുടെ ഒരു ബുക്കിൽ എവിടെയെങ്കിലും അതിനെ മടക്കി മാറ്റി വെച്ചാൽ മതി. നമ്മുടെ ലൈഫിൽ നമുക്കിത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റീവാണ്. നമുക്ക് ഫുൾ മൂണിനെയൊക്കെ നമുക്ക് നൈറ്റ് ടൈമിൽ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫുൾ മൂണിനെ നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനെ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുള്ളത്, ഞാൻ പറയാറുണ്ട്, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരായിരിക്കാം, ഒത്തിരി വിഷമങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നമ്മളപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുക, എനിക്കൊരു സമാധാനം ഉണ്ടാവാനായിട്ടും സന്തോഷം ഉണ്ടാവാനായിട്ടും. അത് ഫസ്റ്റ് പ്രാർത്ഥിക്കുക. ആരോഗ്യം നിറഞ്ഞ ഒരു മനസ്സും ശരീരവും ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക. അതുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഇതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും നമ്മളെ ഓക്കെ ആക്കി എടുക്കാനുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മനസ്സും ബോഡിയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും, ധനം സമ്പാദിക്കാൻ പറ്റും, നമ്മുടെ കരിയറിനെ നല്ല രീതിയിലാക്കാൻ പറ്റും, നമ്മുടെ കൂടെയുള്ളവരെ നല്ല രീതിയിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് നല്ല ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ്. നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റണം. അതും നമുക്ക് അഫർമേഷനായിട്ട് എഴുതാൻ പറ്റണം. ഞാനത് എഴുതിയിരുന്ന ആളാണ്. എനിക്ക് ഉറക്കമില്ലായിരുന്നു, എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അഫർമേഷൻസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഫുൾ മൂണിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കണമേ എന്നായിരുന്നു. എനിക്ക് നന്നായിട്ട് ആഹാരം കഴിക്കാൻ പറ്റണം എന്നുള്ളതൊക്കെയായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഞാൻ എന്നെ നല്ല രീതിയിലൊന്ന് സ്റ്റെബിൾ ആക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, മെൻ്റലി ഫിസിക്കലി. അപ്പം നമ്മുടെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ, നമ്മുടെ മനസ്സ് സ്റ്റെബിൾ അല്ല, എപ്പോഴും ടെൻഷനാണ്, പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തെ ബാധിക്കും അല്ലേ. ചിലപ്പോൾ ഒരസുഖവും ഇല്ലെങ്കിൽ പോലും എപ്പോഴും തളർച്ചയും ക്ഷീണവും ഛർദിലും BP ലോയും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളോടി പോകും. അതുകൊണ്ട് മനസ്സിനെ ബലപ്പെടുത്താനായിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതിനുള്ള ടെക്നിക്കുകളൊക്കെ അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടാനും നന്നായിട്ട് ആഹാരം കഴിക്കാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. ഓക്കെ, ഇതെല്ലാം ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ 2-3 ദിവസം കണ്ടിന്യൂസ്ലി ഉറക്കം കിട്ടിയില്ലെങ്കിൽ തന്നെ മനുഷ്യൻ്റെ ലെവൽ തന്നെ വേറെയാവും. അതുകൊണ്ട് നമുക്ക് നല്ല ഉറക്കം വളരെ അത്യാവശ്യമാണ്. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ഇതിന് വേണ്ടി, ഉറക്കത്തിന് വേണ്ടിയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് ചിലപ്പോൾ ഈ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. കാരണം ഇതും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളും കൂടി നിങ്ങൾ അഫർമേഷൻസ് എഴുതുമ്പോൾ ചെയ്യുക.
അപ്പോൾ ഫുൾ മൂൺ ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു വെള്ള പേപ്പറിൽ എഴുതുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഫുള്ള് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതിനെക്കുറിച്ച് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പിക്ചർ, നിങ്ങളുടെ ഇമേജ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. നിങ്ങൾക്ക് നല്ല വ്യക്തത ഉണ്ടായിരിക്കണം നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത്. വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. സിമ്പിൾ സെൻറ്റൻസിൽ നമുക്കത് എഴുതാനായിട്ട് സാധിക്കുക. അതിനുശേഷം അത് എഴുതിയിട്ട് ഓരോന്നും എഴുതിയിട്ട് അതിന് നന്ദി എന്ന് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയുക. ഓക്കെ, എപ്പോഴും ഏത് അഫർമേഷൻ എഴുതെങ്കിലും നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം, അതിനെയൊക്കെ നല്ല സ്ട്രോങ് ആക്കാനുള്ള കാര്യങ്ങളും അതിലുണ്ടായിരിക്കണം. നമുക്കത് ഭയങ്കര അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് നമ്മുടെ ഫാമിലീനെ, നമ്മുടെ മക്കളെ, ഹസ്ബൻഡിനെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടെക്നിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫുൾ മൂൺ ടെക്നിക്ക് വളരെ എഫക്റ്റീവാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു 8 വർഷം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ എല്ലാ മാസവും ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ഞാൻ മാക്സിമം എനിക്ക് പറ്റുമ്പോഴേ, ഒന്നാമത് അത് നോക്കി നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിയാണല്ലേ. ഞാൻ ആ ഒരു ആംബിയൻസ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫുൾ മൂണിൻ്റെ ആ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീടിൻ്റെ ജനലിൽ കൂടെയൊക്കെ ഞാൻ നോക്കുമ്പം അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ നോക്കുമ്പം എന്ത് സൗന്ദര്യമാണ് കാണാനെന്ന് ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സൗന്ദര്യം, ആ ഒരു ബ്യൂട്ടി ഉൾക്കൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ആ ഒരു മൂണിനെ നിങ്ങൾ നോക്കാൻ ശ്രമിക്കണം കേട്ടോ. എന്തൊരു സുന്ദര ആ ഒരു സൗന്ദര്യം നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്കൊരു ചിരി വരും, ഓട്ടോമാറ്റിക്കലി ഒരു പുഞ്ചിരി വരും. അത്രയും ബ്യൂട്ടിഫുള്ളി നമുക്ക് ആ ഒരു ഫുൾ മൂണിനെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റണം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം വേണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ നമുക്കത് സാധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു വിശ്വാസം വർദ്ധിക്കും. നമുക്ക് വീണ്ടും ഇത് ചെയ്യാൻ തോന്നും. നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനെ ആരാധിക്കാൻ തുടങ്ങും. നമുക്ക് ഭയങ്കര വർഷിപ്പ് തോന്നും. നമുക്ക് അത്രയും ഇഷ്ടം തോന്നും ഈ ഒരു ഫുൾ മൂൺ ആ ഒരു ദിവസം ചിലപ്പോൾ വരാൻ നോക്കിയിരിക്കും. അങ്ങനെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ടാവും. അത്രയും ഞാൻ പറഞ്ഞല്ലോ, അത്രയും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മളൊരാളെയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ഇവർക്കും ദോഷം വരാനോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അതൊക്കെ ഒരിക്കലും നല്ലതല്ല. നമ്മൾ മറ്റൊരാളെയും നോക്കേണ്ട കാര്യമില്ല. നമ്മളിതൊക്കെ ചെയ്യുമ്പം നമ്മളെ മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഓക്കെ ആവണം, നമ്മുടെ ലൈഫ് ഓക്കെ ആവണം, നമുക്ക് മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ നമ്മൾ ഓക്കെ ആവണം. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരിപ്പം നമ്മളെ ദ്രോഹിച്ച പലരും ഉണ്ടാവും, അവർക്ക് അങ്ങനെ വരണം ഇങ്ങനെ വരണം, അങ്ങനെയൊന്നും ചെയ്യണ്ട, അങ്ങനെയൊന്നും ചെയ്യേ വേണ്ട. അതൊക്കെ ഓരോരുത്തരുടെയും കർമ്മഫലം അത് അവർക്ക് കിട്ടും ഓരോ സമയം. നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട. ഞാൻ അങ്ങനെ പറയാൻ കാരണം പലരാലും ബാധിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഈ മാനസികമായിട്ട് കിട്ടിയ ഈ ഒരു ബുദ്ധിമുട്ട് വർഷങ്ങളെടുത്തിട്ട് പോലും മാറാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഓക്കെ ആക്കിയെടുക്കണം. എനിക്ക് എന്നെ ഓക്കെ ആക്കിയെടുക്കണം. എൻ്റെ ലൈഫ് ഓക്കെ ആവണം. അത്രയും വിചാരിച്ചാൽ മതി. അതിനുവേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പഴയ വിഷമങ്ങളും ടെൻഷൻസും ഇതിനെയൊന്നും മനസ്സിലിട്ട് അലട്ടി അതെപ്പോഴും ചിന്തിച്ച് അല്ലെങ്കിൽ അത് തന്നെ എപ്പോഴും ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് വീണ്ടും ഈ നെഗറ്റിവിറ്റിയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടാമെന്നല്ലാതെ നമുക്കൊരിക്കലും പോസിറ്റീവായിട്ടുള്ളൊരു ട്രാക്കിലേക്ക് കയറാനേ സാധിക്കില്ല. അതുകൊണ്ട് നമുക്കിനി തൊട്ട് അത് വേണ്ട. 2025 തൊട്ട് നമുക്ക് നമ്മുടെ പഴയ വിഷമ സ്റ്റോറീസ് വേണ്ട. ഓക്കെ, ഞാനീ പറഞ്ഞ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. നിങ്ങളതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, മാറ്റം വരും ഉറപ്പായിട്ടും. അപ്പോൾ പിന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും. അപ്പം നമുക്ക് പതുക്കെയൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഫീല് വരും. ഒന്നുമല്ലെങ്കിലും വൂൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ള ആ ഒരു മാജിക് സ്വിച്ച് വേർഡ് നിങ്ങളൊന്ന് ചാൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിന് കുറച്ച് ധൈര്യം ഉള്ളതുപോലെയൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് മാറിയതുപോലെ തോന്നും. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെപ്പോൾ വൂൾഫിനെ വിളിക്കുന്നോ നമ്മുടെ കൂടെ അപ്പത്തൊട്ടുണ്ട് എന്നുള്ളതാണ്. ഭയങ്കര മാജിക് പ്രസൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാണ്, നമ്മളെ ഓക്കെ ആക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എനിക്ക് മാറണം, എൻ്റെ ലൈഫിൽ മാറ്റം വരണമെന്ന് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടും ശക്തമായിട്ടും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല കേട്ടോ. നമ്മൾ എത്ര സ്ട്രോങ് ആണെന്നുള്ളത് നമുക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഉള്ളിലുള്ള പവർ മുഴുവൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും നമ്മളെ ബ്ലെയിം ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ ഹേർട്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഒരു നിസ്സാരമായിട്ടുള്ള ചിരിയോട് കൂടി തള്ളിക്കളയാൻ മാത്രമേ നമുക്ക് തോന്നുള്ളൂ. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്തിനെയൊക്കെ നമുക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാതെ പോകരുത് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കണ്ടേ. ഇത്രയും നാളും ടെൻഷൻ അടിച്ചതുപോലെ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ പോകണ്ട. നമുക്കിനി ബെറ്ററായിട്ട് ജീവിക്കണം. ഓരോ ദിവസവും നമുക്ക് ബെറ്റർ ആവണം.
എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് കയറാൻ പറ്റുള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.